ഹായ് മക്കളെ, ഇറ്റ്സ് മീ അരുൺ ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ മക്കളെ, നമ്മളതാ ഇന്ന് വന്നേക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ചോദ്യങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? എടാ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മക്കളെ മൂന്നാമത്തെ പാഠത്തിലെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലായുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. ഇതാ മക്കളെ, ഇതാ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേടാ. സ്റ്റേറ്റ് ന്യൂട്ടൺ ഫസ്റ്റ് ലാ ഓഫ് മോഷൻ. മക്കളെ, ഒന്നാം ചലന നിയമം, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ നമുക്ക് വേണം. ക്ലിയർ അല്ലേ മക്കളെ? ആ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിൽ പറയുന്ന 2 അളവുകൾ അല്ലെങ്കിൽ മക്കളെ 2 ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്നും നമുക്ക് മനസ്സിലാക്കണം. മക്കളെ, എന്താണ് ആ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്? മക്കളെ, പഠിച്ചു വെക്കും മക്കളെ. ഒരു വസ്തു നേർരേഖയിൽ ഒരേ വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ മക്കളെ അവൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ മക്കളെ ഞാൻ ദാ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും മക്കളെ. എപ്പോൾ വരെയാടാ? നിങ്ങളൊരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എനിക്ക് തരുമ്പോൾ മക്കളെ, നിങ്ങൾ എന്നെ പിടിച്ചു നിർത്തിയാൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ആവത്തില്ലടാ. ഞാൻ ഒരേ വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ മക്കളെ വേറൊരു ബലങ്ങളും എന്നിലേക്ക് വന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും മക്കളെ? സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഞാനിപ്പോൾ റെസ്റ്റിലാണെങ്കിൽ, ഞാനിപ്പോൾ നിശ്ചല അവസ്ഥയിലാണെങ്കിൽ മക്കളെ ഞാൻ നിശ്ചല അവസ്ഥയിൽ തന്നെ തുടരും. ക്ലിയർ ആണോ? ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ മക്കളെ, ഞാൻ ഇനി എത്ര വർഷം കഴിഞ്ഞാലും, ഞാനിപ്പോൾ ഒരു പേനയാണെന്ന് വെച്ചോ, പേന ഞാൻ ഇവിടെ വെച്ചു, ഇനി എത്ര വർഷം കഴിഞ്ഞാലും ആ പേന അവിടെയല്ലേ മക്കളെ കിടക്കുന്നത്. അപ്പോൾ ആ പേന ഏതവസ്ഥയിലാണ്? റെസ്റ്റിലല്ലേ, നിശ്ചലാവസ്ഥയിലല്ലേ? അപ്പോൾ അവ എന്തിൽ തുടരാൻ നോക്കും? നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാൻ നോക്കും. എപ്പോൾ വരെയാ? ആരെങ്കിലും ആ പേന കൈ കൊണ്ടെടുക്കുമ്പോൾ, അതായത് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് മാറ്റമുണ്ടാകും. മക്കളെ, ഇത് പറയുന്നതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം അല്ലെങ്കിൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കണം മക്കളെ. ക്ലിയർ അല്ലേടാ? ഓക്കെ. ഇനി എന്താ മക്കളെ അതിന്റെ ബി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കടാ. എന്താ പറയുന്നത്? യെസ്, 2 ക്വാണ്ടിറ്റികൾ നമ്മൾ ഈ ഒന്നാം ചലന നിയമത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ പഠിക്കണം മക്കളെ. അത് ഒന്നാമത്തത് ഫോഴ്സ് ആണ്, രണ്ടാമത്തത് ഇനേർഷ്യാണ്. മക്കളെ പഠിച്ചു വെക്കടാ. ഒന്നാമത്തത് ഫോഴ്സ് ആണ്, രണ്ടാമത്തെ എന്തായിരിക്കും മക്കളെ? ഇനേർഷ്യയാണെന്ന് മനസ്സിലാക്കണം. ഫോഴ്സ് എന്ന് വെച്ചാൽ അറിയാലോ, ബലമാണ്. അവന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് ഓർത്ത് വെക്കണം മക്കളെ. ഇനേർഷ്യ എന്ന് പറയുന്നത് ജഡത്വമാണ്. എന്തായിരിക്കും? ജഡത്വമാണ്. ജഡത്വം തന്നെ 2 തരമുണ്ട്: നിശ്ചല ജഡത്വവും ചലന ജഡത്വം, അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷനും. മക്കളെ, ഈ 2 ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മളെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേടാ? അപ്പൊ സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, റോഡ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മക്കളെ, അതിലേക്ക് പോവാടാ. നോക്കിക്കേ മക്കളെ, കുറച്ച് സൈനുകളാണ് തന്നിരിക്കുന്നത്. മക്കളെ തന്നിരിക്കുന്നത്. ഇതിൽ എന്താ ക്വസ്റ്റ്യൻ മക്കളെ? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ ചിത്രം? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ ചിത്രം? മക്കളെ, നിങ്ങൾ നോക്കിയിട്ട് പറയടാ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. ഏതാണ് മാൻഡേറ്ററി, ഏതാണ് കേഷണറി, ഏതാണ് ഇൻഫർമേറ്ററി എന്നൊക്കെ വളരെ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു മക്കളെ. ഇതിൽ ഏതാടാ ശരിയായിട്ടുള്ള ചിത്രം? ഞാൻ നോക്കി എന്ന് പറഞ്ഞേക്കളെ. ഇത് ശരിയാണോ? ഇത് തെറ്റാ? ഇത് തെറ്റാ മക്കളെ. ഇത് ശരിയാണ്. ഇത് ഇൻഫർമേറ്ററി ആണ്. ഇൻഫർമേറ്ററിയിലാണോ നോ പാർക്കിംഗ് വരുന്നത്? അല്ല, ഇത് തെറ്റാ മക്കളെ. ഇതിൽ ശരിയായ ഉത്തരം സി അല്ലേടാ. എങ്ങനെ മനസ്സിലായി മക്കളെടാ? പഠിച്ചു വെക്കുക. മാൻഡേറ്ററി സൈനുകളെല്ലാം ചുവന്ന വട്ടത്തിലാണ് വരുന്നത്. മാൻഡേറ്ററി സൈനുകളെല്ലാം ചുവന്ന വട്ടത്തിലാണ് വരുന്നത് മക്കളെ. ക്ലിയർ അല്ലേടാ? ഇത് ചുവന്ന വട്ടമല്ലേ മക്കളെ? ഈ പിയുടെ ഇവിടെ ക്രോസ് വന്നതാ, ഇങ്ങനെ ക്രോസ് വന്നതിൻ്റെ അടുത്ത് എന്താ? നോ പാർക്കിംഗ് ആണ് മക്കളെ. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരണോ? നിങ്ങളുടെ മാഷ് പറഞ്ഞു തരണോ മക്കളെ ഇത് മനസ്സിലാക്കാനായിട്ട്? നിങ്ങൾക്ക് അറിയത്തില്ലേടാ. നിങ്ങളൊക്കെ പുറത്തു പോകുന്ന ആൾക്കാരല്ലേ മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഈ സിമ്പിൾ കൃത്യമായിട്ട് അറിയാമല്ലോ. നിങ്ങൾക്ക് ഡൗട്ട് വരുന്നതിൻ്റെ കളറാണ് മക്കളെ. വട്ടമാണേടാ, റെഡ് വട്ടമാണേ, റെഡ് വട്ടമാണേ. ക്ലിയർ അല്ലേ മക്കളെ? റെഡ് വട്ടമാണെങ്കിൽ എന്തായിരിക്കും മക്കളെ? അത് മാൻഡേറ്ററി ആണ്. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇത് പാലിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അത് ലീഗൽ നടപടികളിലേക്ക് പോകും, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അത് ഓക്കെ ആണല്ലോടാ, സെറ്റാണല്ലേ മക്കളെ? ഇനി എന്താണ് അതിൽ പറഞ്ഞേക്കുന്നത്? സിറ്റി ഇൻഡിക്കേറ്റർ, അതായത് എന്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മക്കളെ? അറിയാലോടാ, നോ പാർക്കിംഗ് അല്ലേ മക്കളെ? എന്തായിരിക്കും മക്കളെ? നോ പാർക്കിംഗ് ആണെന്ന് മനസ്സിലായല്ലോടാ. ഇനി എന്താ മക്കളെ? അടുത്തയിലേക്ക് ക്രിട്ടിക്കൽ ആംഗിളുമായി, എന്തായിരിക്കും മക്കളെ? ക്രിട്ടിക്കൽ ആംഗിളുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. എന്താ മക്കളെ ക്രിട്ടിക്കൽ ആംഗിളുമായിട്ട് ബന്ധം? നോക്കിക്കേ, എമോങ് എ ആൻഡ് ബി, ഈ തന്നേക്കുന്നതിൽ എയും ബിയും വെച്ച് നോക്കുമ്പോൾ ഏതിനാണ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ ഏതിനാണ് പ്രകാശിക സാന്ദ്രത കൂടുതലെന്നാണ് ചോദ്യം. മക്കളെ, വൃത്തിയായിട്ട് പഠിച്ചു വെക്കടാ. എളുപ്പ വഴിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ അരുൺ മാഷ് നിങ്ങൾക്ക് എളുപ്പ വഴിയാണ് പറഞ്ഞുതരാൻ മക്കളെ. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ 90 ഡിഗ്രി തരത്തില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും.
ക്വസ്റ്റ്യൻ മക്കൾ ഇതാ ഇങ്ങനെ ആയിരിക്കും. നോക്കിക്കോ, ദാ ഇവിടെ നിന്നൊരു റേ ഇങ്ങനെ വരുന്നു, ദാ ഇങ്ങനെ പോകുന്നു, ഒരു ആരോ. ഇവിടെ വേറെ ചിഹ്നങ്ങളൊന്നും തരത്തില്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, ഇത് എത്ര ഡിഗ്രിയാടാ? 90 ഡിഗ്രിയാണെന്ന് മനസ്സിലാക്കണം മക്കളെ. ശ്രദ്ധിച്ച് വെക്കുക. എടാ മുകളിൽ 90 ആണ്, മുകളിൽ 90, താഴെ 90-ൽ കുറവുമാണെങ്കിൽ, ശ്രദ്ധിക്കുക, മുകളിൽ 90 ഡിഗ്രിയും താഴെ 90-ൽ കുറവുമാണെങ്കിൽ മക്കളെ, ആ 90-ൽ കുറവുള്ളവൻ അവൻ ആരോ? 90-ൽ കുറവുള്ളവൻ. മുകളിൽ 90 ആണ്, അതവിടെ വിട്ടേക്ക്. മുകളിൽ 90 അത് കറക്റ്റാണ്, വേറെ ഡൗട്ടൊന്നുമില്ല എൻ്റെ കുട്ടികൾക്ക്. മുകളിൽ 90 സാറേ, ഇനി അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നോക്കണ്ട മക്കളെ. ഇനി എന്ത് ചെയ്യണം? താഴത്തെ നോക്കണം. താഴത്തെ നോക്കിയപ്പോൾ 42, 90-ൽ കുറവാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ അതായിരിക്കും എടാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. അതായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ, അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടുതൽ. പഠിച്ചു വെക്കും മക്കളെ. മുകളിൽ 90 ഡിഗ്രി ആയാൽ അത് വിട്ടേക്ക്, പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. താഴെയുള്ളവനായിരിക്കും, 90-ൻ്റെ താഴെയുള്ളവനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ, അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടുതലാണെന്ന് മനസ്സിലാക്കി വെക്കണം മക്കളെ. ക്ലിയർ അല്ലേടാ? ഡൗട്ട് ഉണ്ടോ അതിൻ്റെ അകത്ത്? ഓക്കെ അല്ലേ മക്കളെ? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 3 മാർക്കിന് ചോദിക്കാം. 3 മാർക്കിന് ആപ്ലിക്കേഷൻ ചോദിക്കാം. എങ്ങനെ വരും? ഇത് ചോദിച്ചിട്ട് നേരെ ചോദിക്കുന്നത് എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? ഒന്ന് പറഞ്ഞു തരട്ടെ മക്കളെ, എന്താ ക്രിട്ടിക്കൽ ആംഗിൾ? എടാ മുകളിൽ 90 ഡിഗ്രി ആകാൻ വേണ്ടി, മുകളിൽ 90 ഡിഗ്രി ആകാൻ വേണ്ടി താഴെ കൊടുക്കുന്ന ആംഗിൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ 41 കൊടുത്താൽ 90 ആവോ? ഇല്ല. ഇവിടെ 42-ൽ ലൈറ്റ് അടിച്ചാൽ മാത്രമേ ഇവിടെ എത്ര ആവുള്ളൂ മക്കളെ? 90 ഡിഗ്രി ആവത്തുള്ളൂ. അങ്ങനെ 90 ഡിഗ്രി ആകാൻ വേണ്ടി താഴെ കൊടുക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? ഡൗട്ട് ഉണ്ടായത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും മക്കളെ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. യെസ്, യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗവും അസമപ്രവേഗവും തമ്മിൽ എന്ത് ചെയ്യണം മക്കളെ? കമ്പയർ ചെയ്തിടണം. അല്ലേടാ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്ന മക്കളെ? യെസ് കറക്റ്റാ. യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി മക്കളെ എളുപ്പമാടാ. എന്താ മക്കളെ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്? പഠിച്ചു വെക്കുക എൻ്റെ മക്കൾ, പഠിച്ചു വെക്കുക. ഇനിയും അറിയാത്ത എൻ്റെ കുട്ടികൾ പഠിച്ചു വെക്കുക മക്കളെ. ഒരേ വേഗത്തിൽ, എന്തായാലും മക്കളെ, ഒരേ വേഗത്തിൽ ഒരേ ദിശയിലാണ് പോകുന്നതെങ്കിൽ, ഒരേ വേഗത്തിൽ ഒരേ ദിശയിലാണ് പോകുന്നതെങ്കിൽ യൂണിഫോം വെലോസിറ്റിയാണ്. ഒരേ ദിശയിൽ ഒരേ വേഗതയിലാണ് പോകുന്നതെങ്കിൽ യൂണിഫോം വെലോസിറ്റി, അല്ലെങ്കിൽ നോൺ യൂണിഫോം ആടാ, അല്ലെങ്കിൽ അസമപ്രവേഗം മക്കളെ. മനസ്സിലായാടാ? എന്താ പറഞ്ഞത്? ഒരേ വേഗത്തിൽ ഒരേ ദിശയിലാണ്, ഒരേ സ്പീഡിൽ ഒരേ ഡയറക്ഷനാണ് പോകണമെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി. സമപ്രവേഗം മക്കളെ നമുക്ക് നോക്കാടാ. എക്സാമ്പിൾ നോക്കുക മക്കളെ, ഒന്ന് നോക്കിക്കടാ. ട്രെയിൻ ലീവിങ് എ സ്റ്റേഷൻ. എന്താ മക്കളെ? പുറപ്പെടുന്നു. എവിടെ നിന്ന്? ഒരു സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്നു. നിങ്ങൾ, എൻ്റെ കുട്ടികൾക്ക് അറിയാം, ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേഗത കൂടുതലോ കുറവോ? വേഗത കുറവാണ്. പിന്നെ അങ്ങോട്ടും റൺ ചെയ്യുമ്പോഴാണ് വേഗത എന്ത് ചെയ്യുന്നത് കൂടുന്നത്. അപ്പോൾ ഒരേ ദിശയാണ്. അരുൺ സാറ് പറഞ്ഞത് ഒരേ ദിശയിലോട്ടാണ് പോകണം. പക്ഷേ വേഗതയ്ക്ക് മാറ്റമില്ലേ മക്കളെ? ആദ്യമുള്ള വേഗതയാണോ കുറച്ച് കഴിയുമ്പോൾ? അല്ല, വേഗതയ്ക്ക് മാറ്റമുണ്ടായി. വേഗതയ്ക്ക് മാറ്റമുണ്ടായാൽ അത് യൂണിഫോം ആണോ? അല്ല, അത് നോൺ യൂണിഫോം വെലോസിറ്റി മക്കളെ. വേഗതയ്ക്ക് മാറ്റമുണ്ടായി. ആദ്യമേ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേഗത കുറവായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ വേഗത എന്ത് ചെയ്തു മക്കളെ? കൂടി. അതായത് വേഗതയ്ക്ക് മാറ്റമുണ്ടായി. വേഗതയ്ക്ക് മാറ്റമുണ്ടായാൽ അതെന്താ മക്കളെ? നോൺ യൂണിഫോം വെലോസിറ്റിയാണ്, അസമപ്രവേഗമാണ്. എന്താ മക്കളെ? അസമപ്രവേഗമാണ്. ക്ലിയർ അല്ലേടാ? അത് ഓക്കെ ആണല്ലേ മക്കളെ? ഇനി എന്താടാ? അത് മനസ്സിലായല്ലോ മക്കളെ? ഫാൻ സ്വിച്ച് ഓഫ്. വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫാൻ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു മക്കളെ? സ്റ്റോപ്പായി. വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നത് സ്റ്റോപ്പായി. വേഗതയിൽ മാറ്റമുണ്ടായി. വേഗതയിൽ മാറ്റമുണ്ടായാൽ അതെന്താ? നോൺ യൂണിഫോം ആണ് മക്കളെ, അസമപ്രവേഗമാണ് മക്കളെ. ക്ലിയർ അല്ലേടാ? അത് നോൺ യൂണിഫോം ആണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അസമപ്രവേഗമാണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ. ഓക്കെ അല്ലേടാ? അസമപ്രവേഗമാണേ, അസമപ്രവേഗം. എന്താ മക്കളെ അടുത്ത് പറഞ്ഞത്? ലൈറ്റ് ട്രാവലിംഗ് ത്രൂ ദ സെയിം മീഡിയം. മക്കളെ പഠിച്ചു വെക്കടാ. ഒരു മീഡിയത്തിലൂടെ, ഫോർ എക്സാമ്പിൾ ഞാൻ വായു പറയുന്നുവെങ്കിൽ വായുവിലൂടെ പോകുന്ന പ്രകാശത്തിന്റെ വേഗത അല്ലെങ്കിൽ ലൈറ്റിന്റെ വേഗത എപ്പോഴും എന്തായിരിക്കും മക്കളെ? തുല്യമാണ്. എപ്പോഴും ഒരേ വേഗതയിലായിരിക്കും. അത് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗമാണെന്ന് മനസ്സിലാക്കണം മക്കളെ. ക്ലിയർ ആണോടാ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും മക്കളെ? അടുത്ത് നോക്കിക്കേടാ. ഫ്രീലി ഫോളിങ് കോക്കനട്ട്, അതായത് തെങ്ങിൽ നിന്ന് താഴേക്ക് വീഴുന്ന തേങ്ങ. അതാണ് അതിൻ്റെ ഐഡിയ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേടാ. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വസ്തുവിൻ്റെ വേഗത ഒരുപോലെയാണോ? അല്ല. വേഗത എന്തായാലും മക്കളെ കൂടിക്കൂടി വരും. വേഗതയിൽ മാറ്റമുണ്ടാകും. വേഗതയിൽ മാറ്റമുണ്ടായാൽ നിങ്ങളുടെ അരുൺ മാഷ് പറഞ്ഞു അതെന്താ മക്കളെ? നോൺ യൂണിഫോം വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ അസമപ്രവേഗമാണെന്ന് മനസ്സിലാക്കണം. ഇത്രയും കാര്യം ക്ലിയർ അല്ലേടാ? ഇനി എന്താ മക്കളെ? അടുത്തയിലേക്ക് പോകാം മക്കളെ. നമുക്ക് നോക്കിക്കേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് അല്ലെങ്കിൽ അപവർത്തനാങ്കവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളാണ്. ഇതുപോലൊരു വലിയൊരു ടേബിൾ നിങ്ങൾക്ക് തരും.
എന്നിട്ട് ഒരുപാട് സബ് ക്വസ്റ്റ്യൻസ് കാണാം. അപ്പം മക്കളെ ഈ മോഡൽ ഒന്ന് പഠിച്ചു വെക്കണടാ. ഇതിൽ ആദ്യത്തെ ചോദ്യം എന്താ മക്കളെ, ഒന്ന് ഗസ് ചെയ്യട്ടേടാ നിങ്ങളെ സാറ് ഒന്ന് നോക്കട്ടെ മക്കളെ. എടാ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം കുറവേതിനാണ്? അത് തന്നെ ചോദ്യം. ഇൻ വിച്ച് ദ ഫോളോയിങ് മീഡിയം ഗിവൺ ദ ടേബിൾ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. യെസ്, കയ്യിൽ നിന്ന് പോയി. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറവാർക്കെന്നാണ് ചോദിക്കുന്നത് മക്കളെ. പഠിച്ചു വെക്കടാ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാംഗം നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഏറ്റവും വേഗത കുറവാർക്ക് ഏറ്റവും വേഗത കൂടുതൽ ആർക്ക് എന്നൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളെ നോക്കിക്കേടാ, ഇതിൽ ആർക്കാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലെന്ന് നോക്കിക്കേ. 1.52 ഉണ്ട്, 1.47 ഉണ്ട്, 1.47 ഉണ്ട്, 1.33 ഉണ്ട്, 1.62 ഉണ്ട്. മക്കളെ ഏറ്റവും കൂടുതൽ ആരാടാ? 1.62 ആണെന്ന് അറിയാം. അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാംഗം ആർക്കാണോ ഏറ്റവും കൂടുതൽ അവൻ്റെ സ്പീഡ് ഏറ്റവും എന്തായിരിക്കും മക്കളെ? പറ. ഏറ്റവും എന്തായിരിക്കും മക്കളെ? കുറവായിരിക്കും. സ്പീഡ് ഏറ്റവും എന്തായിരിക്കും മക്കളെ? കുറവായിരിക്കും. ഒന്നുകൂടെ കീ ഒന്ന് പഠിച്ചു വെക്കടാ. ആർക്കാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ, അപവർത്തനാംഗം ഏറ്റവും കൂടുതൽ, അവന് വേഗത ഏറ്റവും കുറവാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ അവൻ്റെ ഉത്തരം എന്തായിരിക്കടാ? ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് അല്ലേ? ഫ്ലിൻറ്റ് ഗ്ലാസ്സിലായിരിക്കും ലൈറ്റിന്റെ വേഗത ഏറ്റവും കുറവ് എന്ന് മനസ്സിലായി മക്കളെ. അടുത്തതിലേക്ക് നോക്കാടാ. നോക്കിക്കേ. ഇൻ വിച്ച് പെയർ ഓഫ് മീഡിയംസ് വിൽ ദ ലൈറ്റ് റേ പാസ് വിത്തൗട്ട് ഡീവിയേഷൻ. ആ വാക്കാണ് നിങ്ങൾ നോക്കി വെക്കണം മക്കളെ. ഈ ഒരു ചിത്രത്തിൽ ഒരു ഡീവിയേഷനും ഇല്ലാതെ ലൈറ്റ് ചരിഞ്ഞ് പതിക്കുമ്പോൾ മക്കളെതാ, ഇങ്ങനെ ലൈറ്റ് ചരിഞ്ഞ് പതിക്കുമ്പോൾ മക്കളെതാ നോക്കിക്കടാ, ഒരു ഡീവിയേഷനും ഇല്ലാതെ നേരെ പോകണമെങ്കിൽ ആരൊക്കെ ചേരണം? പഠിച്ചു വയ്ക്ക് മക്കളെ. ചരിഞ്ഞ് പതിക്കുമ്പോൾ ഡീവിയേഷൻ ഇല്ല, വ്യതിയാനം ഉണ്ടാകുന്നില്ല എങ്കിൽ ഒന്നുകിൽ അവർ രണ്ടുപേരും ഒരേ മീഡിയമാണ്, മക്കളെ ഒരേ മീഡിയമാണ്, ഒരേ മാധ്യമമാണ്. അല്ലെങ്കിൽ മക്കളെ രണ്ട് വസ്തുക്കളായിരിക്കാം, പക്ഷെ അവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കണം. അപവർത്തനാംഗം തുല്യമായാൽ രണ്ട് മാധ്യമങ്ങളുടെയും രണ്ട് മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാംഗം തുല്യമായാൽ അവിടെ ഡീവിയേഷൻ സംഭവിക്കത്തില്ല, വ്യതിയാനം സംഭവിക്കത്തില്ല. എങ്ങനെ പതിച്ചാലും മക്കളെ, ചരിഞ്ഞ് പതിച്ചാലും ഒബ്ലിക്കലി വീണാലും വ്യതിയാനം സംഭവിക്കത്തില്ല. എന്താ പറഞ്ഞത്? ഒരേ അപവർത്തനാംഗം, ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ ലൈറ്റ് ഒബ്ലിക്കലി അല്ലെങ്കിൽ ചരിഞ്ഞ് പതിച്ചു കഴിഞ്ഞാലും വ്യതിയാനം സംഭവിക്കാതെ നേരെ തന്നെ പോകുമെന്ന് മനസ്സിലാക്കണം മക്കളെ. അങ്ങനെയാണെങ്കിൽ ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത് ആരൊക്കെയാടാ? രണ്ടുപേർക്കും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മക്കളെ നോക്കിക്കേടാ. ഗ്ലിസറിനും സൺഫ്ലവർ ഓയിലും. ഗ്ലിസറിനും സൺഫ്ലവർ ഓയിലാണ് മക്കളെ. അപ്പോൾ ഗ്ലിസറിനും സൺഫ്ലവർ ഓയിലും എന്ത് ചെയ്യും മക്കളെ? ഗ്ലിസറിൻ സൺഫ്ലവർ ഓയിൽ എന്ത് ചെയ്യും മക്കളെ? ഇങ്ങനെ നേരെ ഒരു മാറ്റവുമില്ല. കാര്യം എന്താ? എവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണോ 1.47 ആണെങ്കിൽ എവൻ്റെ എത്ര മക്കളെ? 1.47 ആണ്. അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാംഗം തുല്യമായാൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? വ്യതിയാനം സംഭവിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് എൻ്റെ കുട്ടികൾ പഠിച്ചു വെക്കണം മക്കളെ. ക്ലിയർ അല്ലേടാ? അടുത്തിലേക്ക് പോകും മക്കളെ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സി ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് പെയർ ഓഫ് മീഡിയംസ് വിൽ ദ ലൈറ്റ് റേ ഹാവ് മാക്സിമം ഡീവിയേഷൻ? മക്കളെ മാക്സിമം ഡീവിയേഷൻ ഉണ്ടാകുന്ന ആർക്കായിരിക്കും? മാക്സിമം ഡീവിയേഷൻ പഠിച്ചു പോയി. മാക്സിമം ഡീവിയേഷൻ ഉണ്ടാകണമെങ്കിൽ അവൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞവനായിരിക്കണം. അപ്പോൾ പഠിച്ചു വയ്ക്ക്. ഏറ്റവും കൂടുതൽ വ്യതിയാനം, ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാകണമെങ്കിൽ അവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവായിരിക്കണം. പഠിച്ചു വയ്ക്ക്. ഡീവിയേഷൻ ഏറ്റവും കൂടണമെങ്കിൽ, ഡീവിയേഷൻ വഴിമാറി പോകുന്നത് ഏറ്റവും കൂടണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവായിരിക്കണം മക്കളെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാണ് ഇവിടെ കുറവ്? വാട്ടറിനാണ് കുറവെന്ന് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേടാ മക്കളെ? ഡൗട്ട് ഉണ്ടോടാ അതിൻ്റെ അകത്ത്? ഓക്കെ അല്ലേ മക്കളെ? ശരി. ഇനി എന്താ മക്കളെ? ഒബ്സർവ് ദ പാത്ത് ഓഫ് ലൈറ്റ് ഫോളിങ് ഒബ്ലിക്കലി ഫ്രം ദ ക്രൗൺ ഗ്ലാസ് ടു ഫ്ലിൻറ്റ് ഗ്ലാസ്. അതായത് മക്കളെ ഇതാണ് ചോദ്യം. ഇത് വരച്ച് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ ആദ്യം ഏതാ മക്കളെ? ക്രൗൺ ഗ്ലാസ് എന്ന് എടുത്തെഴുതി, ഫ്ലിൻറ്റ് ഗ്ലാസ് എടുത്തെഴുതി, ഈക്വൽ ടു അവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം മക്കളെ. ക്രൗൺ ഗ്ലാസിൻ്റെ എത്രയാടാ? ക്രൗൺ ഗ്ലാസ് 1.52 ആണ് മക്കളെ. നോക്കിക്കടാ, 1.52 ആണ്. ഫ്ലിൻറ്റ് ഗ്ലാസ് എത്ര മക്കളെ? ഫ്ലിൻറ്റ് ഗ്ലാസ് എത്രയാടാ? ഫ്ലിൻറ്റ് ഗ്ലാസ് 1.62 ആണ്. എന്തായാലും മക്കളെ 1.62 ആണ് മക്കളെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേടാ, ഇതിൽ ആർക്കാ മക്കളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? യവനല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? എന്തായാലും മക്കളെ യവനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. ഫ്ലിൻറ്റ് ഗ്ലാസിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാണോ കൂടുതൽ അവനാണ്
ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മാധ്യമം, ഒപ്റ്റിക്കലി ഡെൻസർ അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം ആരായിരിക്കും മക്കളെ? ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. അപ്പോൾ ഇവിടെ ക്രൗൺ ഗ്ലാസ് ആരായിരിക്കും മക്കളെ? പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമമാണ്. മക്കളെ ക്ലിയർ അല്ലേടാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാണോ കൂടുതൽ അവനാണ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഡെൻസർ മീഡിയം. അവനായിരിക്കും തരും മക്കളെ ഡെൻസർ മീഡിയം. ആർക്കാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് അവനായിരിക്കും റെയറർ മീഡിയം. ക്ലിയർ ആണോ മക്കളെ? ഡൗട്ട് ഉണ്ടോടാ? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമവും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമവും. മക്കളെ ഇപ്പോൾ നോക്കിക്കേടാ, എവിടെ നിന്ന് ലൈറ്റ് എങ്ങോട്ട് വരുന്നത്? മക്കളെ ക്രൗൺ ഗ്ലാസ് എത്രയാണ്? 1.52, അതായത് പ്രകാശിക സാന്ദ്രത എന്തായാലും മക്കളെ കുറവാ, പ്രകാശിക സാന്ദ്രത കുറവാ. ഇവിടെ എന്തായാലും മക്കളെ കൂടുതലാണ്. പഠിച്ചു വെക്കടാ. പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് വരുമ്പോൾ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് വരുമ്പോൾ മക്കളേതാ ഇവൻ ഇങ്ങനെ ആയിരുന്നു വരേണ്ടിയിരുന്നത്. പഠിച്ചു വെക്കടാ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് വരുമ്പോൾ, പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് വരുമ്പോൾ മക്കളെ അവൻ നോർമലിനോട് അടുത്ത് പോകും, നോർമലിനോട് അടുത്ത് പോകും, അല്ലെങ്കിൽ ലംബത്തിനോട് അടുത്ത് പോകും. മക്കളെ പഠിച്ചു വെക്കടാ. ലൈറ്റ് എവിടെ നിന്ന് വരുമ്പോൾ? ഒപ്റ്റിക്കലി ഡെൻസറിൽ നിന്നും, ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ മക്കളെ ശ്രദ്ധിക്കടാ, എന്ത് ചെയ്യും മക്കളെ? നോർമലിലേക്ക് അടുക്കും, നോർമലിലേക്ക് അടുക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് വരുമ്പോൾ ലംബത്തിനോട്, മക്കളെ ഇതാണ് ലംബം, ലംബത്തിനോട് അടുക്കുമെന്ന് മനസ്സിലാക്കി വെക്കണം. മക്കളെ ക്ലിയർ ആണോടാ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും മക്കളെ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം മക്കളെ? വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? എഴുതി പഠിക്കണം. ഉറപ്പായിട്ടും 100% ഞാൻ എൻ്റെ ഗ്യാരണ്ടി തരുന്നു, MS സൊല്യൂഷൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു മക്കളെ. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? ഇനി എന്താ നോക്കൂ മക്കളെ, ഇങ്ങോട്ട് നോക്കിക്കേടാ. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്, പ്രോബ്ലം സെക്ഷനാണ്. വളരെ വൃത്തിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ടൈം ടേക്കൺ. ശ്രദ്ധിക്കാം മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട് മക്കളെ. എന്താ? വെലോസിറ്റി തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം തന്നിട്ടുണ്ട്. നോക്കിക്കേ, മക്കളെ ഒരു കല്ല് മുകളിലോട്ട് എറിയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയടാ. മുകളിലോട്ട് എറിഞ്ഞപ്പോൾ 30 ആയിരുന്നു, മുകളിലോട്ട് ഇങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ 30 ആയിരുന്നു. എന്നാൽ ഏറ്റവും മുകളിൽ എത്രയാവും മക്കളെ? 0 ആണ്, അറിയാമല്ലോ. അപ്പോൾ മക്കളെ ഇവിടെ U എത്രയാടാ? 30. V എന്തായിരിക്കും മക്കളെ? 0 ആണ്. അപ്പോൾ സംശയമുണ്ട്, സാറേ അതെങ്ങനെ സാറേ V 0 ആയി? മക്കളെ നിങ്ങളൊരു കല്ലെടുത്ത് മുകളിലോട്ടൊന്ന് എറിഞ്ഞ് നോക്കിക്കേടാ. അവൻ ആദ്യമേ വേഗത കൂടി മുകളിലെത്തുമ്പോൾ ഒരു പോയിന്റ് വന്ന് സ്റ്റോപ്പ് ആവത്തില്ല, ഇങ്ങനെ നിൽക്കത്തില്ല, ഇതിൽ താഴെ തിരിച്ചോട്ട് വരുന്നത്. ആ സമയത്തുള്ള വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമാണ് 0 എന്ന് പറയുന്നത്. മക്കളെ സെറ്റ് അല്ലേടാ? ഇനി എന്താ മക്കളെ ചെയ്യേണ്ടത്? നമുക്ക് T ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ T കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കിക്കോ. U എന്ന് പറയുന്നത് 30 മീറ്റർ/സെക്കൻഡ്. മക്കളെ V എന്ന് പറയുന്നത് 0 ആണ്. A എന്ന് പറയുന്നത് -10 മീറ്റർ/സെക്കൻഡ് ആണ്. T കണ്ടുപിടിക്കണം. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. നോക്കിക്കേ, നമ്മുടെ കയ്യിൽ എന്തുണ്ട് മക്കളെ? U ഉണ്ട്, V ഉണ്ട്, A ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ V = U + AT. മക്കളെ V എന്ന് പറയുന്നത് 0 ആണ്, U എന്ന് പറയുന്നത് 30 ആണ്, പ്ലസ് ഞാൻ അതേപോലെ ഇട്ടു -10 × T, -10 × T. മക്കളെ നോക്കിക്കടാ, 30 - 10T. മക്കളേതാ ഇനി എന്ത് ചെയ്യും മക്കളെ? ഈ -30 ഉണ്ടല്ലോടാ, ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ -30 = -10T. മൈനസും കട്ട് ചെയ്യും. പിന്നെ എന്താ പറയുക? T = 30/10 എന്ന് വരും. T = 30 ശരിയാവണില്ലല്ലോ ഇവിടെ അങ്ങോട്ട്. നോക്കാം മക്കളെ, T = 30/10 എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് T ആണ്. എന്തായാലും മക്കളെ T ആണ്. അപ്പോൾ ടീനെ ഒറ്റയ്ക്ക് നിർത്തണം. ഇത് ഇൻറ്റു ആയിരുന്നു, ഇപ്പുറത്ത് നമ്മൾ എന്തായാലും മക്കളെ ഡിവിഷൻ അല്ലെങ്കിൽ ഹരണമായി മാറിയെന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ മക്കളെ 0 കട്ട് ചെയ്യാം. ഉത്തരം 3 സെക്കൻഡ്സ്. 3 സെക്കൻഡാണ്. ക്ലിയർ അല്ലെങ്കിൽ ടൈം കണ്ടുപിടിച്ചില്ലേടാ? ഡൗട്ട് ഉണ്ടോ? നമ്മൾ എന്ത് ചെയ്തു? തന്നേക്കുന്ന കാര്യങ്ങളെടുത്ത് എഴുതി മക്കളെ. ആദ്യം ആ കല്ല് പോയ വേഗത 30 മീറ്റർ/സെക്കൻഡ് ആയിരുന്നു. ആ ഒരു ഹൈറ്റിലെത്തുമ്പോൾ ആ കല്ലിൻ്റെ വേഗത എത്രയായിരിക്കും മക്കളെ? 0 ആണ്. ആക്സലറേഷൻ ഒരു ഗ്രാവിറ്റി എത്രയാണ്? എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, അതുകൊണ്ടാണ് മൈനസ് കൊടുത്തത്, -10. ഇത്രയും കാര്യങ്ങൾ തന്നു. U ഉണ്ട്, V ഉണ്ട്, A ഉണ്ട്, ഇല്ലാത്തത് ആരാ? T ആണ്. അപ്പോൾ T കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തു. ക്ലിയർ അല്ലേ മക്കളെ? T എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ് കേട്ടോ. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കടാ. ഫൈൻഡ് ദ ഹൈറ്റ് ആണ് മക്കളെ കണ്ടുപിടിക്കണം. നോക്കാം ഇക്വേഷൻ
ഇക്വേഷൻ മക്കളെ നോക്കിക്കോടാ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ മക്കളെ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാമല്ലോ. എസ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടേ, നമ്മളെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ മക്കളെ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. നോക്കാം മക്കളെ 0, അപ്പം മൈനസ് 30ൻ്റെ സ്ക്വയർ 2 × -10. മക്കളെ എന്ത് ചെയ്യൂടാ, എന്ത് ചെയ്യും നോക്കിക്കേ, 900 -20 0 മക്കളെ -45. ദൂരമായതുകൊണ്ട് മൈനസ് ഇല്ല കേട്ടോ മക്കളെ. ദൂരമായതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ ഉയരം -40 മീറ്റർ -5 മീറ്റർ എന്ന് പറയാറുണ്ടോ മക്കളെ? ഇല്ലടാ. കാര്യം ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? എസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഇക്വേഷൻ കൊണ്ടുവന്നു? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a കൊണ്ടുവന്നു. മക്കളെ സെറ്റാണോ കാര്യം? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? നോക്കിക്കേ ഈ ഒരു ക്വസ്റ്റ്യൻ, മക്കളെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കറക്ഷൻ ഉണ്ടല്ലോടാ. ഗ്രൗണ്ട് 4th സെക്കൻഡ് ആണ് കേട്ടോ. ഓക്കെ, അതെന്ത് ചെയ്യണം? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് മക്കളെ. എന്ത് ചെയ്യാൻ പറ്റൂടാ? ഈ 4ാമത്തെ സെക്കൻഡ് കഴിയുമ്പോൾ കല്ല് തറയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും മക്കളെ? സെറ്റ് ആകാം. നോക്കാം മക്കളെ, എന്ത് ചെയ്യും? എസ് ഈക്വൽ ടു, അപ്പോൾ എന്താ അത് ചെയ്യേണ്ടത്? അത് നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തിടണം. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? കമൻറ്റ് ബോക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ടേക്കണം. ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് 1 മിനിറ്റിന് വേണ്ടിയിട്ട് ഞാൻ വരും. കാര്യം ഇത് ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. ടൈമിന് എന്ത് കൊടുക്കണം? ടൈമിന് 4 സെക്കൻഡ് കൊടുക്കണം. എ എന്ന് പറയുന്നത് 10 ആവും. എ എന്ന് പറയുന്നത് 10 m/s² ആവും. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേടാ? സെറ്റല്ലേ ഈ കാര്യങ്ങൾ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ടാസ്ക്കാണ്. കാര്യം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് മക്കളെ. ഒന്നുമില്ല, ജസ്റ്റ് ആ ടൈം കൊടുക്കുക, യു കൊടുക്കുക. യു എന്ന് പറയുന്നത് 30. എന്നിട്ട് അത് കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് ഞാൻ നോക്കും. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ ആ ക്ലാസ്സുകൾ എന്ത് ചെയ്യും മക്കളെ? വാച്ച് ചെയ്ത് ഞാൻ നാളെ തന്നെ എന്ത് ചെയ്യും മക്കളെ? ഇതിൻ്റെ 1 ഷോട്ടുമായിട്ട് വരും. 1 ഷോട്ടല്ല, 1 മിനിറ്റ് വീഡിയോ ആയിട്ട് വരും. അപ്പം അത് നിങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം മക്കളെ. ഓക്കെ അല്ലേടാ? അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എടാ പിന്നൊരു കാര്യം മക്കളെ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ്, നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കൊടുക്കുന്നുണ്ട് മക്കളെ. അപ്പം നിങ്ങൾ ജസ്റ്റ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യും മക്കളെ. ഓക്കെ അല്ലേടാ? ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ അല്ലേടാ? ശരി. അപ്പോൾ ഇതാ ഇന്നത്തെ സെക്ഷൻ നമുക്ക് കഴിഞ്ഞു മക്കളെ. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഏത് നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഓൺ ദ സ്പോട്ടിൽ മറുപടികൾ തന്നേക്കും. കമൻറ്റിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? വന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഐ ആം സൈനിങ് ഓഫ് മക്കളെ. ഓക്കെ, താങ്ക് യു.